എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് നിന്ന് 40 പേരടങ്ങുന്ന ഒരു കൂട്ടം ടൂർ പോവുകയാണ്. അവർ പല സ്ഥലങ്ങളിലായിട്ട് ടൂർ പോകുന്നതിന്റെ കൂട്ടത്ത് കർണാടകയിലെ ചിക്ക്മാംഗ്ലൂരിലെത്തിയ സമയത്ത് അവിടെ ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മിസ്സാകുന്നുണ്ട്. 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മിസ്സാകുകയാണ്. 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആ പെൺകുട്ടിയെ കാണുന്നത് ജീവനോടെയല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ സംഭവം പോകുന്നത്. എന്നാൽ ഈ ഒരു വിഷയം ഇത്ര ദിവസം എന്തായിരുന്നു ഏതായിരുന്നു ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ബാക്കിയാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി മരണപ്പെട്ട് പോയിട്ട് അധിക സമയമായതുപോലെ അല്ലെങ്കിൽ അധിക ദിവസം 4 ദിവസം പഴക്കമില്ല എന്നുള്ളൊരു സംഭവം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തോ തക്കതായ ദുരൂഹത ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഉറപ്പായിട്ട് ഒരിക്കലും ആ കുട്ടി സ്വയം ചെയ്തതോ അല്ലെങ്കിൽ അബദ്ധത്തിൽ പോയി വീണതോ ഒന്നുമല്ല. ഇവര് നിന്ന ട്രാക്കിൽ നിന്ന് തന്നെ ഒരുപാട് സ്ഥലം മാറിയും അതുപോലെ തന്നെ ഒരുപാട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കേരളത്തിലുള്ളവരാണ്. ഒരിക്കലും ഈ ഒരു കേസിന് ഭയങ്കര പവർഫുൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം നടന്നിട്ടുള്ളത് കർണാടകയിലുമാണ്. അത്രയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ കേസ് അന്വേഷിച്ചാൽ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ഈ ശ്രീനന്ദ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് വെറും ഒരു ദുരൂഹതയിൽ അങ്ങ് തീരും. പ്രത്യേകിച്ച് ഇത് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കണം, ഒരുപാട് സംസാരിക്കണം. ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ദുരൂഹത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത് സംസാരിക്കണം. അത്രയും വലിയ ചർച്ചാ വിഷയമാകുകയും അത്രയും വലിയ പ്രഷർ നമ്മുടെ ഗവൺമെന്റിന് വരികയും ചെയ്താൽ മാത്രമേ ഈ കേസ് കണ്ടെത്തുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് വെറും ഒരു ദുരൂഹതയിലോട്ട് അങ്ങ് തീരും. കുറച്ച് ദിവസം ഈ ന്യൂസ് ചാനലുകൾ അടക്കം ചർച്ച ചെയ്യുന്ന വെറും ഒരു കണ്ടന്റ് മാത്രമായി മാറും. ഇത് തക്കതായ രീതിയിൽ നമ്മൾ അത്രയും കട്ടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചാൽ മാത്രമേ ശ്രീനന്ദ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നും ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് ദുരൂഹതമായിട്ട് എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിന്റെ പിന്നിൽ ആരെന്നും ഉറപ്പായിട്ട് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞതുപോലെ വെറും ഒരു കേസായിട്ട് മാത്രം ഇത് പോകും. ഈ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിക്ക് ഉറപ്പായിട്ടും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സാഹചര്യങ്ങളെല്ലാം വലിയ വിഷയമാണ്. ഈ പെൺകുട്ടി എന്തെങ്കിലും അറിയാണ്ട് പോയി വീണതാണോ, അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു കേസിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരു സ്ഥലത്തിൽ പോലും കിട്ടുന്നില്ല. പക്ഷെ മറിച്ച് ഈ പെൺകുട്ടി ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ആകാം, മേ ബി അറിയത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതലായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒക്കയിലേക്ക് വീണ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് ദേഹത്ത് ഒരുപാട് മുറിവുകളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളൊരു ന്യൂസും കൂടി പുറത്തു വരുന്നുണ്ട്. ആ സ്ഥിതിക്ക് ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തോ? ഇനി മറ്റ് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ കൈയും കാലും ഒക്കെ തെന്നി വീണ് ഉരുണ്ടു പോയതൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ ഓരോ ഫ്രാക്ചേഴ്സും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ കുട്ടിയുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഇവിടെ എന്തോ ദുരൂഹത സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വാസ്തവം. ഇനി അവരുടെ കൂടെ യാത്ര ചെയ്ത ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 10-40ഓളം ആൾക്കാരുള്ള, അതായത് ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് അവർ ഈ ഒരു യാത്ര പോകുന്നത്. അപ്പൊ അതിലുള്ള ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണം. നമുക്ക് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്കാം. അതിനു മുന്നേ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കട്ടക്ക് ചർച്ച ചെയ്യണം. അല്ലാത്ത പക്ഷം ഇത് കർണാടകയിൽ നടന്നിട്ടുള്ള സംഭവമാണ്. അതും കേരളത്തിലെ ആൾക്കാരാണ്, കർണാടകയിലാണ് നടന്നിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഇതിപ്പോ ഈ ശ്രീനന്ദയുടെ കുടുംബക്കാർക്ക് പോലും അവിടെ വലിയ പ്രഷർ കൊടുത്ത് അങ്ങോട്ട് അന്വേഷിപ്പിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഗവൺമെന്റിലേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ വിഷയം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുക. ഒരുപാട് രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുക. ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോ മലയാളികളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും ഒരു പെൺകുട്ടി അവിടെ പോയിട്ട് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. സത്യത്തിൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു അത് അറിയേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ സ്റ്റേറ്റിന് മൊത്തമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന് മൊത്തമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പോകുന്നു, എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്? അത് പെൺകുട്ടി തെന്നി വീണതാണോ, സ്വയം ചെയ്തതാണോ, മറ്റാരെങ്കിലും തീർത്തതാണോ? ഉറപ്പായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും കൂട്ടത്തിലുള്ള പോയിട്ടുള്ള ആൾക്കാരിൽ 1-2 പേരൊക്കെ പറയുന്നത് ഞാനൊന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. വാട്ടർഫാളിൽ നിന്ന് അതിന് മുകളിൽ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ 5-20 കുട്ടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. 5 അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് പിന്നെ അതിനുശേഷം കുട്ടി മുകളിലേക്ക് കയറിയത്. കുട്ടികൾ 5-6 പേരുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് അവർ ഫോട്ടോ എടുത്ത് അവർ നേരെ പാർക്കിങ്ങിലേക്ക് വന്നു. അതിന് പിറകെ 5:26 ഞാൻ വാട്ടർഫാളിൽ ഞാൻ അവിടെ വന്നപ്പോൾ ഈ കുട്ടിയും ഇവരാരും ഇല്ല. ഞാൻ താഴ്ത്തു പോകുമ്പോഴുണ്ട്, വരുമ്പോൾ ഇവരാരും അവിടെ ഇല്ല. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ട് അവർ 10-40ഓളം ആൾക്കാർ ചേർന്ന് പോകുന്ന ഒരു യാത്രയാണ്. വാട്ടർഫാളിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ അവസാനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്, നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, അങ്ങനെ പല രീതിയിലും ഈ ഒരു കേസിൽ ഫോട്ടോസ് ആയാലും ഈ ഒരു കുട്ടിയുടെ ആ ഒരു സംഭവം, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആ കുട്ടിയുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആൾക്കാർ പലതും പറയുന്നുണ്ട്, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ ഒരിക്കലും ആ കുട്ടി ഈ പറയുന്ന പോലെ സ്വയം ഒന്നും ആണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റത്തില്ല. ഇത് കുറേ പേര് ഞാൻ എവിടെയൊക്കെ കമൻസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ആ കുട്ടി സ്വയം ചിലപ്പോൾ ചെയ്തതായിരിക്കും, വേറെ എന്തെങ്കിലും ആ കുട്ടിക്ക് പേഴ്സണൽ ഇഷ്യൂ കാണും. പക്ഷേ ഈ ഒരു യാത്രയിൽ പോയ സമയത്ത് ആ കുട്ടി ആ ഒരു ട്രോമയിലോട്ട് പെട്ടെന്ന് പോയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കും, ഇന്നത്തെ കാലത്തെ പിള്ളേരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എവിടെയൊക്കെ ഏതൊക്കെ ന്യൂസിൻ്റെ അടിയിൽ കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അതിനുള്ളൊരു പോസിബിലിറ്റിയും ഇല്ല. എന്നാൽ വളരെ ഹാപ്പി ആയിട്ട് ആ യാത്രയിൽ അടിച്ചു പൊളിച്ചു പോയൊരു കുട്ടിയാണ്. പെട്ടെന്ന് കുട്ടിയെ കാണാതാകുന്നു. അതും ഇവർ പോയിരുന്ന ആ ഒരു വാട്ടർഫാളിൻ്റെ ആ ഏരിയയിലൊന്നും അല്ല, വേറെ എവിടെയൊക്കെയാണ് അടുത്ത് കണ്ടെത്തുന്നത്. അപ്പോൾ അതൊരിക്കലും സാധാരണ ഒരു രീതിയിലല്ല. ആ കുട്ടി ആരോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് എന്തോ ദുരൂഹ സാഹചര്യത്തിൽ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. അവിടുന്ന് ലഭിക്കുന്ന ബോഡി കിട്ടുന്ന ഡ്രോണിന്റെ വിഷ്വൽ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി ഇവര് താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ബോഡിയുടെ അടുത്ത് എത്തിയിട്ടില്ല. അതുപോലെ താഴെയാണ്, അങ്ങോട്ട് ഇറങ്ങി പോകാൻ വഴിയില്ല. അപ്പോ ഡ്രോൺ വിഷ്വൽ ആണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ഇറങ്ങി എത്തണം. അതെ. അത് ഒരുപാട് താഴ്ചയിലാണല്ലേ? ഒരുപാട് താഴ്ചയിലാന്ന് പറയുന്നു. കുട്ടി അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല, അതിനുള്ള സമയം കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അതെ, അതാണ് മെയിൻ ഒരു പോയിന്റ്. അതായത് ഈ കുട്ടിക്ക്, ശ്രീനന്ദ എന്ന് പറയുന്ന കുട്ടിക്ക് ഈ പറയുന്ന ഈ ബോഡി കണ്ടെത്തിയ സ്ഥലത്തോട്ട് പോകാനുള്ള ടൈം പോലുമില്ല, അല്ലെങ്കിൽ പോകാനുള്ള ഒരു സാഹചര്യമില്ല, ഒരു സാധ്യത ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് കൂടെ ഉള്ളവർ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയെ അവിടെ ആരോ കൊണ്ടുപോയി. ഇനിയിപ്പോൾ തനിയെ മാഞ്ഞു പോയതാണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുട്ടിയെ അവിടെ ആരോ കൊണ്ടുപോയി. നടക്കാൻ പാടില്ലാത്ത എന്തോ നടന്നിട്ടുണ്ട്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ആ കുട്ടി മരണപ്പെടുകയാണ്. അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ കൊണ്ടുപോയ അന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം കണ്ടെത്തിയതിനു ശേഷം വലിയ പഴക്കമില്ല എന്നുള്ളൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് ചിലപ്പോൾ 2 ദിവസം എടുത്തു കാണാം, ചിലപ്പോൾ കണ്ടെത്തിയതിൻ്റെ തലേ ദിവസമായിരിക്കാം. മേ ബി അങ്ങനെ എന്ത് പോസിബിലിറ്റീസും ഉണ്ടാവാം. 2 ദിവസം ആ കുട്ടി ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും, എല്ലാം സഹിച്ചിരുന്ന് കാണും, അറിയില്ല. അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് അതിൻ്റെ വാസ്തവം. നമ്മൾ ലാസ്റ്റ് കണ്ട ലൊക്കേഷനും ഈ ലൊക്കേഷനായിട്ട് ഒരുപാട് നേരെ എതിർവശത്താണ്. അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പാരൻസ് ആരെങ്കിലും കാണും. കാരണം ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ട്, ആ ലൊക്കേഷനിലുണ്ട്, ഞങ്ങളുടെ ബാക്കിയുള്ളവർ. അത് അറിയില്ല, ആരൊക്കെയെന്ന് അറിയില്ല. എല്ലാവരും പോകുന്നുണ്ടാവും. ഇല്ല, അച്ഛനോട് സംസാരിച്ചില്ല, ബാക്കിയുള്ള ഫ്രണ്ട്സ് 1-2 പേരാണ് സംസാരിച്ചത്. ഫോട്ടോ വെച്ച് ശ്രീനന്ദയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ ഡ്രസ്സ് തന്നെയായിരുന്നു. ഓക്കെ, തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ പറഞ്ഞതുപോലെ കുട്ടി അവിടെ പോകാനുള്ള പോസിബിലിറ്റി ഇല്ല. പിന്നെ എന്താണ് ആ കുട്ടിക്ക് സത്യത്തിൽ സംഭവിച്ചത്? അത് കണ്ടെത്തണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇത് തക്കതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തണം. ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കട്ടക്ക് ഈ ഒരു കേസിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ നാടിനും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന് കൂടി നാണക്കേടുണ്ടാക്കുന്ന ഒരു കേസ് തന്നെയാണ്. കാരണം ഇത് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തണം. ഇനി സാധാരണക്കാരിലെ പാവങ്ങളെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞ് ചർച്ച ചെയ്തിട്ട് ഇതങ്ങ് പോട്ട് ചുമ്മാ എന്തിനും ഗവൺമെന്റിന്റെ പൈസ ചിലവാക്കണം, ഇങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇത് നമ്മൾ വിടാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യണം. ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുന്നത് വരെ നമ്മൾ ചർച്ച ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ന്യൂസിൽ വന്നിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് കൊടുക്കാം. ഇതിൽ ഒരു കടയുണ്ട് സമീപം. ഈ ഡോഗ് സ്ക്വാഡ് അതിങ്ങനെ പരിശോധിച്ച് വന്ന് ആ കടയുടെ മുമ്പിലെത്തി നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എങ്ങോട്ടും പോയിട്ടില്ല ഈ ഡോഗ്. അപ്പോൾ അതാണ് അവരൊരു സംശയമായി പറയുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് കൂടുതൽ അന്വേഷണം പോലീസിന്റെ പോയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ കേട്ട ഒരു പ്രതികരണത്തിൽ ഈ ബന്ധു പറയുന്നത് മൃതദേഹത്തിനധികം പഴക്കമില്ല എന്നുള്ളതാണ്. ഒപ്പം അവരൊക്കെ പറയുന്നുണ്ട് ഏതാണ്ട് 5-6 മിനിറ്റിനകത്താണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ അന്വേഷണം തുടങ്ങുന്നുണ്ട്. ഒപ്പം ഈ പറയപ്പെടുന്ന സ്ഥലത്തടക്കം നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പൊടുന്നനെ അവിടെ ഒരു മൃതദേഹം വന്നത് എന്നടക്കമുള്ള സംശയങ്ങളാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. അതെ, ഇവരെ കൂടെ നിൽക്കുന്നു, പെട്ടെന്ന് കാണാതാകുന്നു, പെട്ടെന്ന് എന്തോ സംഭവിക്കുന്നു, കുട്ടിയെ കാണുന്നില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ഉറപ്പായിട്ടും അത് ആരോ തട്ടിക്കൊണ്ടുപോയത് തന്നെയാണ്. ഒരു 99% മേ ബി ഇതൊരാള് ആരോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാവാം മേ ബി. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കുറെ കൂടി ക്ലാരിറ്റി കിട്ടും.
അതിലും തക്കതായ അന്വേഷണം വേണം. അത് തന്നെയാണ്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേറെ ഒന്നും ഇല്ല, ആ കുട്ടി അല്ലാണ്ട് എന്തോ സംഭവിച്ചതാണ് എന്നുള്ള സംഭവം ഒരു സാധ്യത ഇനി ചിലപ്പോൾ ആരെങ്കിലും പണം കൊടുത്ത് എഴുതിപ്പിക്കാനും ഉണ്ടാവും. നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അതിൻ്റെയൊക്കെ രീതിയിൽ വല്ല കൊമ്പന്മാരൊക്കെയാണ് ഇതിൻ്റെ പിന്നെ കളിച്ചിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടിയെ വല്ലതും ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയും കാട്ടിക്കൂട്ടും. അതുകൊണ്ട് ഈ കേസ് വെറുതെ വിടാൻ പറ്റത്തില്ല. ഇത് തക്കതായ രീതിയിൽ അന്വേഷിക്കും. ശ്രീനന്ദ എന്ന് പറയുന്ന ആ പിഞ്ചു കുട്ടിക്ക് എന്താണ് സത്യത്തിൽ സംഭവിച്ചത്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്, അത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. കൂടുതൽ അവരൊക്കെ ആയിട്ട് ആദ്യം നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, അവരുടെ ഒരു അനുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു സംശയങ്ങൾ കൂടുതലായി എന്തൊക്കെയാണെന്നാണ് ആദ്യത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒപ്പം ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ബന്ധുക്കൾക്ക് എന്തെങ്കിലും വിവരമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ശാലിനി, ഇപ്പോൾ ആ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ, ഈ യാത്ര പോകുന്നത് കുട്ടിയുടെ ബന്ധുക്കൾ മാത്രമായിരുന്നില്ല, അയൽവാസികളും പ്രദേശവാസികളും ഉൾപ്പെടുന്ന ഒരു 40 പേരുടെ സംഘമാണ്. അതായത് ഇവിടെ ക്ഷേത്രത്തിൽ, ഇവിടെ ഈ സമീപ പ്രദേശത്തുള്ള ഈ കടമ്പഴിപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. അങ്ങനെ വർഷാവർഷം അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ സന്തോഷകരമായ ഒരു യാത്രയ്ക്ക് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒന്നിച്ച് ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ രണ്ടുപേർ ഈ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നതാണ്. അതിൽ ഏറ്റവും അവസാനം ശ്രീനന്ദ എടുത്ത, ശാലിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടിയെ കാണാതായി എന്ന് ബന്ധുക്കളും ഒപ്പം ഉണ്ടായിരുന്നവരും തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിന് തൊട്ട് 5 മിനിറ്റ് മുൻപെടുത്ത ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നവരാണ് ഇവർ രണ്ടുപേരും. കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറയാനാകും. ചേട്ടാ, അവസാനമായ ഫോട്ടോ എടുത്ത സമയത്ത്, അതായത് ശ്രീനന്ദ ഒരു 5 മിനിറ്റ് കാണാതാവുന്നതിന് 5 മിനിറ്റ് മുന്നേ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയിൽ വളരെ ഹാപ്പി ആയിട്ടാണ് നിന്നത്. ആ ഒരു സമയത്ത് ആ ഫോട്ടോയിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ചേട്ടനും ഭാര്യ എല്ലാം അവരുടെ ചെറിയമ്മയും കൂടി എടുക്കുന്ന ഫോട്ടോയില് ആ കുട്ടരെ എന്തെങ്ങനെ ടെന്റിലിരിക്കുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് ചേട്ടനൊക്കെ താഴെയായിരുന്നു അല്ലേ? ഞാൻ അതായത് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കുട്ടികൾ ആ വ്യൂ പോയിന്റിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി വെള്ളച്ചാട്ടം കഴിഞ്ഞ് തിരിച്ച് കയറി വരുമ്പോഴും ആ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ജസ്റ്റ് മുകളിൽ കയറി മിനിറ്റുകൾ മാത്രം ചുരുങ്ങി ഒരു 5 മിനിറ്റ് ഉണ്ടാവില്ല. ചേട്ടന്റെ ഭാര്യയൊക്കെ അപ്പം മോളുടെ കൂടെ ഉണ്ടല്ലേ? മോളുടെ കൂടെ ഉണ്ട്, ആ ഫോട്ടോയിലുണ്ട്. ഭാര്യയൊക്കെ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലോ അത്. എന്താ വെച്ചാല് ഈ കുട്ടിയെ അവരങ്ങനെ ഒറ്റയ്ക്ക് നടക്കാറില്ല. അവരെന്തോ അവിടെ ചിലപ്പോൾ നടന്നു വന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഇരുന്നതായിരിക്കും. പിന്നെ ഇപ്പൊ അവരിങ്ങനെ മേലോട്ടേക്ക് വരുന്ന ഈ ഭാഗത്തേക്ക് ഒരു 200 മീറ്ററോളം വ്യത്യാസം ഉണ്ടാകും ബോഡി കണ്ടു എന്ന് പറയുന്ന ഭാഗത്ത്. ചേട്ടൻ ആ പരിസരത്ത് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ സമയം മനസ്സിലാക്കിയത്, ഈ 5 എരിവിന് എടുക്കുന്ന ഫോട്ടോയിൽ, ഭാര്യയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയില് ഈ കുട്ടി അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ആ സമയത്ത് ഈ സംഘത്തിൽപ്പെട്ട ആൾക്കാർ, ഈ പരിസരത്ത് ഞാനൊക്കെയുള്ള സംഘത്തിൽപ്പെട്ട ആൾക്കാർ ഈ ബോഡി കണ്ടെത്തിയ ഭാഗത്തുണ്ട്. അപ്പൊ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് 5 എരിവിന്റെ ഫോട്ടോ എടുക്കുന്നത് വീണതാണെങ്കിൽ നിങ്ങൾ അറിയുമെന്നാണ് പറയുന്നത്? വീണതല്ല, ആ കുട്ടി ആ സമയത്ത് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതെ, ആ കുട്ടി വീണതല്ല, വീണതാവാനുള്ള പോസിബിലിറ്റി ഇല്ല. ആ സമയത്ത് ഈ ഇവരുടെ കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നതാണ്. എന്നിട്ട് ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ ഈ കുട്ടി അപ്പുറത്ത് എത്തുകയാണ്. അപ്പോൾ ഒരിക്കലും ആ കുട്ടി അവിടെ പോയി വീണതല്ല, വീഴ്ത്തിയതാവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ കുട്ടി എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ട്രൈ ചെയ്തപ്പോൾ ആ കുട്ടി കയ്യിൽ നിന്ന് പോയി വീണതാവാം. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിക്കാണില്ല, മേ ബി, അറിയില്ല. അതിനും പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുട്ടി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ട്രൈ ചെയ്തപ്പോൾ ആ കുട്ടി കയ്യിൽ നിന്ന് പോയതാവാം. അതിങ്ങനെയും സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ പിടിയും വലിയും നടത്തിയതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ സാധിക്കും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് അന്വേഷിക്കണം. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ അതങ്ങ് കർണാടകയിലല്ലേ സംഭവം നടന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തേച്ച് മാച്ചങ്ങ് വിടാം. പക്ഷെ അങ്ങനെ വിടരുത്. ഇത് സോഷ്യൽ മീഡിയ സംസാരിക്കണം, നല്ലോണം സംസാരിക്കണം, ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. കാര്യത്തിൽ ഉറപ്പുണ്ട്. ആ കുട്ടിയെ സമയത്ത് അവിടെ ഇല്ല. ആ 5 എരിവിന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ കുട്ടി അവിടെ ഉള്ളത് കൊണ്ട് ഈ കുട്ടീനെ അന്വേഷിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, അന്വേഷിക്കാൻ തുടങ്ങുക. ആ ഒരു ഫോട്ടോ ഈ വെള്ളിനേരിൽ നിന്ന് വന്ന കുട്ടികളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കുട്ടിയുടെ അമ്മയാണ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ ഞാൻ ആ ഭാഗത്ത് നിന്ന് കയറി വരികയാണ്. ഇപ്പൊ ഈ സംരക്ഷണം ഭിത്തിയൊന്നുമില്ല അവിടെ, കുറച്ച് സ്ഥലത്ത് കൂടെ ഒക്കെ പോവുക. പിന്നെ കുറച്ചും കൂടി മോശപ്പെട്ട സ്ഥലങ്ങളുണ്ട്, എന്നാൽ അതിങ്ങനെയൊക്കെ ആൾക്കാർ പോയതിന്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കുട്ടികൾക്കൊക്കെ പോവാം. എങ്ങനെ നിങ്ങൾ അറിയുമെന്നാണ് പറയുന്നത് അല്ലേ? കുട്ടി ആ ഭാഗത്ത് ഈ കുട്ടിയെ കാണാൻ, കുട്ടി അവിടെ ഈ ഫോട്ടോയിലുള്ള സമയത്തും കുട്ടിയെ അന്വേഷിക്കുന്ന സമയം കൂടി കണക്കാക്കുമ്പോൾ ഒരു 5 മിനിറ്റിന്റെ വ്യത്യാസമുള്ളൂ. ആ സമയത്ത് ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ടവരും
കുട്ടിയുടെ രക്ഷാകർത്താവ് അടക്കം ആ ഭാഗത്തുണ്ട്. അറിയാൻ ഉറപ്പാണ്. അതുപോലെ തന്നെ CCTV നിങ്ങൾ പറഞ്ഞില്ലേ കൗണ്ടറിൽ പോയി CCTVയുടെ കാര്യം നിങ്ങൾ ചോദിച്ചു? അതേ അവരാണ് ചോദിച്ചത്, ഞാൻ ചോദിച്ചിട്ടുണ്ടായില്ല. അവിടെ ഒരു മാണിക്കത്താരേക്ക് പോണതിന് 5 ഉറുപ്പിക ടിക്കറ്റ് എടുക്കുന്നുണ്ട്. CCTVയുടെ ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അവിടെ കറണ്ട് ഇല്ല, അത് കാരണം CCTV വർക്കാവില്ല എന്നാണ് അധികൃതർ പറഞ്ഞത്. പാർക്കിംഗ് ഏരിയയുടെ അടുത്താണോ ഈ നിങ്ങൾ സംശയം ഉന്നയിക്കുന്ന ഈ കടകളുള്ളത്? പാർക്കിംഗ് ഏരിയ നേരെ ഓപ്പോസിറ്റ് എത്തുന്നതിന്റെ മുന്നേ. ആ കടകളിലേക്ക് നിങ്ങൾക്ക് സംശയം പോകാൻ കാരണം എന്താണ്? ഞങ്ങൾ അവിടെ മൊത്തം സെർച്ച് ചെയ്തേ, മലയുടെ മുകളിലും അവിടെയും ഇവിടെയും എല്ലാ ഭാഗത്തും കൂടി സെർച്ച് ചെയ്തു. അപ്പൊ കടരാജ്യം ഞങ്ങൾ ഈ സംഭവം ഉണ്ടായ ശേഷം കടകളെല്ലാം അടച്ചുപോയി, പെട്ടെന്ന് അടച്ചുപോയി. കടകൾ അടച്ചുപോയി, ലൈറ്റുകളൊന്നും ഇല്ല, അവിടെ കറണ്ടുകളില്ല. അപ്പൊ കടകളെല്ലാം പെട്ടെന്ന് അടച്ചുപോയി. നിങ്ങൾ പറഞ്ഞില്ലേ പോലീസിനോടൊക്കെ? പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു. പോലീസുകാർ ഞങ്ങളെ പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നു മൊത്തത്തില്. ഈ പരാതി പറഞ്ഞപ്പോ അവരെന്താ പ്രതികരിച്ചത്? ഈ കടകളിലെ പോലീസുകാർ അങ്ങനെയാണല്ലോ. പോലീസുകാർ ഇനി എന്തെങ്കിലുമൊക്കെ നൈസായിട്ട് അവരെ തലയിൽ കൂടി വള്ളി വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം നൈസായിട്ടൊക്കെ ഒഴിവാക്കി അങ്ങൊക്കെ തട്ടിയും തുടച്ചൊക്കെ അങ്ങ് വിടും. അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു വിഷയം നടന്നു കഴിഞ്ഞാലും പോലീസുകാർ പിന്നെ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നതും. അതും വേറൊരു പോസിബിലിറ്റിയാണ്. ഓക്കെ വോട്ടവർ. പക്ഷേ ഈ കേസ് മുങ്ങരുത്. ഇത് ഈ ശ്രീനന്ദ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് അത് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അത് കണ്ടെത്താണ്ട് വിടാൻ പറ്റില്ല. അത് തന്നെയാണ്. എന്തായാലും ബാക്കി അദ്ദേഹം പറയുന്നേക്കാം. അല്ല, കടകളൊക്കെ ഞങ്ങള് ഈ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അടച്ചുപോയി. അപ്പൊ ഞങ്ങൾ ഡോഗ് സ്ക്വാഡ് അവിടെ എത്തി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് സംശയം. പിന്നെ കുട്ടി ആ ഭാഗത്തേക്ക് വിടാനുള്ള യാതൊരു സാഹചര്യം ഇല്ല. കുട്ടി ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. കുട്ടി ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. പോകാനുള്ള ഒരു പോസിബിലിറ്റിയും ഇവരാരും കാണുന്നില്ല. അപ്പൊ എങ്ങനെയാ കുട്ടി അവിടെ എത്തി? അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതായത് ഈ കുട്ടി ആരോ എന്തോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, എന്തോ ഉപദ്രവമോ എന്തോ സംഭവം എന്തോ അവിടെ നടന്നിട്ടുണ്ട്. നടക്കാൻ പാടില്ലാത്ത എന്തോ നടന്നിട്ടുണ്ട്. ആ കുട്ടിയെ എന്തോ അതാണ് സംഭവം. വാ ബാക്കി പറ. കുട്ടി ആ ഭാഗത്തേക്ക് പോവാതെ തന്നെ അവിടെ ഒരു ബിഷാടിന് താമസിക്കുന്ന ഒരു 4-5 റൂമുള്ള ഒരു എൽ ഷേപ്പ് ചെറിയൊരു പ്രദേശവാസികളോട് താമസിക്കാണ്. പക്ഷെ അവര് അത് തുണിയൊക്കെ വെച്ചിട്ടാണ് മറത്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഈ കുട്ടിയുടെ അമ്മ അടക്കം എല്ലാവരും ആ റൂമൊക്കെ ഒന്ന് പരിശോധിച്ചു. ആദ്യമൊക്കെ അവർക്ക് സഹകരിച്ചില്ല. പിന്നീട് എല്ലാവരും ആ ഭാഷ അറിയുന്നവരൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ അവർ സഹകരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സാധ്യത കാണുന്ന ആ പ്രദേശത്ത് ആ കുട്ടീനെ മാറ്റി നിർത്തി ഞങ്ങളുടെ കണ്ണുപെടാതെ എന്തെങ്കിലും സംവിധാനത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട്. അല്ലാണ്ട് ഈ ബോഡി കിടക്കുന്ന ഭാഗത്ത് ആ കുട്ടി ഒരിക്കലും എത്തിയിട്ട് എതിർദിശയല്ല, ഇതിനോട് ചേർന്നുള്ള ഈ ഇറങ്ങുന്ന ഇതിനോട് ചേർന്നിട്ടാണ് ആ ബിൽഡിങ്ങിനോട് ചേർന്നിട്ടാണ് ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നത്. അതായത് കുടുംബ ബന്ധുക്കളും പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇതാണ് ശാലിനി. അതായത് കുട്ടി ഒരു കാരണവശാലും ഇപ്പോൾ ബോഡി കണ്ടെത്തിയ ഭാഗത്ത് വരാൻ സാധ്യതയില്ല. അങ്ങനെ വീണു പോവുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നവരെല്ലാം ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് നിന്ന് 10 കിലോമീറ്റർ മാറിയാണ് ഒരു CCTV എങ്കിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം എത്രത്തോളം ശ്രമകരമായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി കുട്ടിയുടെ മൃതശരീരം എപ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മൾ ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ബോഡി കണ്ടെടുത്ത ഭാഗത്ത് റേഞ്ചോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആശുപത്രിയിലാണ് ഇപ്പോൾ മോളുടെ ശരീരമുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് കാര്യത്തിൽ തീരുമാനമാവണമെങ്കിൽ ആദ്യം ബന്ധുക്കൾ അവിടേക്ക് പോകണം. അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അവിടെ ചെന്നതിന് ശേഷമേ ഇവർക്ക് ബന്ധപ്പെടാൻ പരിമിതമായ സാഹചര്യങ്ങൾ ഇപ്പോഴുള്ളൂ. ഓക്കെ, ഞാൻ ആലോചിക്കുന്നത് ഈ ശ്രീനന്ദ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥയാണ്. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം മകള്, ഇത്രയും വളർത്തി വലുതാക്കിയൊരു മകള് പെട്ടെന്നൊരു നിമിഷം പോകുന്നു. എന്താ പറയുക, വല്ലാത്തൊരവസ്ഥ. അതുപോലെ തന്നെ നഷ്ടം ആ കുടുംബത്തിനും ആ മകൾക്കും തന്നെയാണ് അല്ലേ. ആ മകൾക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ആ ഒരു സമയം തീർന്നു. അത് തീർത്തതാണെങ്കിൽ തീർത്ത നായിൻ്റെ മക്കളെ വെറുതെ വിടരുത്. അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. അതുപോലെ തന്നെ ടൂറ് പോകുമ്പോൾ മാതാപിതാക്കൾ സ്വന്തം മക്കളെ ശ്രദ്ധിക്കുക. കൂടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിപ്പോൾ നിങ്ങൾ കുറേ കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അവരാരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ തുറന്നടിച്ച് വിട്ടു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ലോകത്ത് ഒരു മനുഷ്യന്മാരും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ ടൂറ് പോവുകയോ അല്ലെങ്കിൽ എവിടെ പോയാലും സ്വന്തം മക്കളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നമ്മുടെ സ്വന്തം അപ്പനും അമ്മയും ശ്രദ്ധിക്കുന്നത് പോലെ ലോകത്ത് ഒരു മനുഷ്യനും ശ്രദ്ധിക്കത്തില്ല. 10-40 പേരടങ്ങുന്നവരാണ് നിങ്ങൾ പോയിട്ടുള്ളത്. അത് നിങ്ങൾ കുടുംബക്കാർ, ബന്ധുക്കൾ, നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയും 40ഓളം ആൾക്കാരുണ്ടായിരുന്നിട്ട് അതിൽ നിന്നും ആരും കണ്ടില്ല ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നോ അല്ലെങ്കിൽ ഈ കുട്ടി എവിടെ പോയെന്നോ എങ്ങനെ പോയെന്നോ ഒരു മനുഷ്യൻ പോലും കണ്ടിട്ടില്ല. അത് സ്വന്തം വീട്ടുകാരാവട്ടെ, കുടുംബക്കാരാവട്ടെ, നാട്ടുകാരാവട്ടെ, ആരും കണ്ടിട്ടില്ല. 10-40ഓളം ആൾക്കാർ നിങ്ങൾ ഒരുമിച്ച് പോയിട്ട്. അപ്പോൾ അതിനർത്ഥം ആ കുട്ടിയെന്നല്ല, ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടികളെ തക്കതായ രീതിയിൽ നിങ്ങൾ ആരും ഗവനിച്ചില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്നത് തന്നെയാണ് വാസ്തവം അല്ലെ. അതിൽ ആ കുട്ടി മാത്രം മിസ്സിംഗ് ആയി, ആ കുട്ടിയുടെ ജീവൻ മാത്രം പൊലിഞ്ഞു പോയി. ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നിട്ട്
ആ കുട്ടി എങ്ങനെ മിസ്സായെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇവിടെ നിന്ന കുട്ടി അപ്പുറത്ത് കിടക്കുന്നു. ഇതേ നിങ്ങൾക്കറിയാം. നിങ്ങൾ എല്ലാവരും ദുരൂഹത പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് ഓ അങ്ങനെ നടക്കാൻ പാടില്ലാത്ത എന്തോ നടന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ 10-40ഓളം ആൾക്കാരുണ്ടായിരുന്നിട്ട് നിങ്ങളുടെ ആരുടെയും കണ്ണിൽ പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പറയും ഓ അത് നമുക്ക് 40 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുമോ? ഇല്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനവൻ്റെ മക്കളെയും കൊണ്ട് പോകുമ്പോൾ അവരവർ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടം ആ കുടുംബത്തിന് മാത്രമായിരിക്കും. ഇനിയിപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ദുരൂഹത സാഹചര്യത്തിൽ സംഭവിച്ചാലും അല്ലെങ്കിലും ആർക്ക് നഷ്ടം? ആ കുട്ടിക്കും ആ കുടുംബത്തിനും മാത്രം. ഇനി ദുരൂഹത സാഹചര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നായിൻ്റെ മക്കളെ ശിക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കത് വെയിറ്റ് ചെയ്യാം. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. പക്ഷേ നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയൊക്കെ ഉണ്ടായി എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് കരയാം, ജീവിതകാലം മൊത്തം കരയാം. ഇനി ആ കുടുംബത്തിന് ജീവിതകാലം മൊത്തം സമാധാനം കിട്ടുമോ? അവരാലോചിക്കില്ലേ, അയ്യോ ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ മോളെ ഞാനൊന്ന് ഒന്ന് എങ്ങനെയെങ്കിലും അവൾ എവിടെയാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഞാനൊന്ന് നോട്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും ആ കുടുംബം. ബാക്കിയുള്ളവർ വിട്, ബാക്കി കുടുംബക്കാരും നാട്ടുകാർക്കൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു ഷോക്ക് അങ്ങ് മാറും. പക്ഷെ ആ കുടുംബക്കാർക്ക് ലൈഫ് ടൈം കിട്ടുന്ന സെറ്റിൽമെൻറ്റാണ്. അവർക്ക് ഒരിക്കലും ഇത് മറക്കത്തില്ല. അതുകൊണ്ട് ഇനിയും ഒരുപാട് പേര് ഈ ബസ്സുകളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ടൂറൊക്കെ പോകാറുണ്ട്, കുടുംബങ്ങൾ നാട്ടുകാരൊക്കെ ആയിട്ട്. സ്വന്തം മക്കളെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് കൂടെ കൊണ്ടു പോകുന്നവരെ അവനവൻ ശ്രദ്ധിക്കുക, അവനവൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുണ്ടോ ഉള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഒന്നും പറയാനില്ല. ഇപ്പം ആ ശ്രീനന്ദ എന്ന് പറയുന്ന പെൺകുട്ടി എവിടെയായിരുന്നു, ആരുടെ കൂടെയാണ്, കൂട്ടുകാരുടെ കൂടെ, ബന്ധുക്കളുടെ കൂടെ, ആരുടെ കൂടെ എങ്ങനെ മിസ്സായി വീട്ടുകാർക്ക് അറിയാവോ? ഇല്ല. ആർക്കെങ്കിലും അറിയാവോ? ഈ 10-40 ആൾക്കാരിൽ ആരെങ്കിലും ഒരാളെങ്കിലും കണ്ട? ഇല്ല. അപ്പം എന്താ സംഭവിച്ചത്? അതാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തും നമ്മളും ഈ പറയുന്ന പോലെ ഒരുമിച്ച് കുറേ കുടുംബങ്ങൾ ഒരുമിച്ച് ടൂറൊക്കെ പോകാറുണ്ട് പള്ളിയിലെന്നൊക്കെ. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഞാനൊക്കെ തീരെ ചെറുതായിരുന്നു. ആ സമയത്ത് നമ്മളെ നോക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്. അവർ തന്നെ ആയിരിക്കും കൈ പിടിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത്. എന്തുകൊണ്ടാ അത്രയും ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അന്ന് അവർ ഇതുപോലെ അഴിച്ചു വിട്ടിരുന്നെങ്കിൽ ആരെങ്കിലും വഴി ചിലപ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയത്. വല്ല തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ തട്ടിക്കൊണ്ടങ്ങ് പോകും. പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമുണ്ടോ? പോലീസ് കേസായിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ പോയാൽ പോയി. അതുപോലെ തന്നെയാണ് ശ്രീനന്ദ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടിയെ ഇവരാരും നേരെ ശ്രദ്ധിച്ചില്ല. ഏതോ പോയിന്റിൽ എവിടെയോ ആ കുട്ടി മിസ്സാവുന്നു. പിന്നെ ജീവനില്ലാതെയാണ് തിരിച്ചു വരുന്നത്. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥ. ആ കുടുംബത്തിന് ഇനി സമാധാനം കിട്ടട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ നാറുകളെ ശിക്ഷിക്കണം. അതേ നമുക്കിപ്പോൾ നിലവിൽ പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഈ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, സീരിയസ്ലി പറയാം, എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പുറത്ത് നിന്ന കുട്ടി അപ്പുറത്ത് പോവാം, അങ്ങനത്തെ കുറേ ദുരൂഹതകൾ ഈ ഒരു കേസിലുണ്ട്. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഈ കാര്യങ്ങളും ന്യൂസുകളൊക്കെ നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.